കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുരളി മന്ദിരത്തിലെത്തിയ സുരേഷ് ഗോപി പത്മജ വേണുഗോപാലിനൊപ്പമാണ് കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. BJP ജില്ലാ നേതാക്കളും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവായാണ് കെ കരുണാകരനെ കാണുന്നതെന്ന് സുരേഷ് ഗോപി പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവായി കാണുന്നത് പോലെയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ധീരനായ ഭരണകർത്താവ് എന്ന നിലയ്ക്ക് കരുണാകരനോട് ആരാധനയുണ്ടത്രേ. അതിനാൽ കരുണാകരൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ കക്ഷിയോടും ഇഷ്ടമാണ്. രാജ്യം നൽകിയ പദവിയിലിരുന്ന് ഗുരുത്വം നിർവഹിക്കാനാണ് സ്മൃതി മണ്ഡപത്തിൽ എത്തിയത്. ഭാരതീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളെന്ന നിലയിൽ തന്റെ രാഷ്ട്രീയം വ്യക്തമാണ്. അത് ഉടയാൻ പാടില്ല. വ്യക്തിപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയം പാടില്ല. ശാരദ ടീച്ചർ എൻ്റെ അമ്മയാണെങ്കിൽ അതിനു മുമ്പ് തനിക്ക് കിട്ടിയ അമ്മയാണ് കല്യാണിക്കുട്ടിയമ്മ. താൻ ഗുരുസ്ഥാനം കൽപ്പിച്ച രണ്ട് മഹത് വ്യക്തികൾ തൻ്റെ രാഷ്ട്രീയ പാതയിൽ അല്ലായിരുന്നു എന്ന പശ്ചാത്തലത്തിൽ തനിക്ക് ഗുരുത്വം കൈമോശം വരാൻ പാടില്ല. അത് ദൈവനിന്ദയാകും. അത് മുരളീധരനോ പത്മജയ്ക്കോ തടയാൻ സാധിക്കില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നുണ്ട്. സഹോദരി പത്മജ വേണുഗോപാൽ BJPയിൽ പോയതിന് പിന്നാലെ മുരളി മന്ദിരം സംഘീകേന്ദ്രമാക്കാൻ അനുവദിക്കില്ലെന്നും ഒറ്റക്കെട്ടായി എതിർക്കുമെന്നും കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ നേരത്തെ പറഞ്ഞിരുന്നു. പത്മജ വർഗീയ കക്ഷികളുടെ കൂടെ പോയതുകൊണ്ട് ഒരിക്കലും അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ല. സഹോദരിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണെന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞതാണ്. പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയായാലും ആരായാലും കോംപ്രമൈസ് ഇല്ലത്രേ. അച്ഛൻ അന്ത്യവിശ്രമം കൊള്ളുന്നിടത്ത് സംഘികൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റക്കെട്ടായി അതിനെ ചെറുക്കുമെന്നും മുരളീധരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്നാൽ പത്മജയ്ക്ക് പിന്നാലെ കെ മുരളീധരനും BJPയിലേക്ക് എത്തുമെന്ന് പത്മജ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിലേക്കുള്ള ചൂടുവയ്പാണായിട്ടാണോ സുരേഷ് ഗോപി മുരളി മന്ദിരത്തിൽ എത്തിയതെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയുടെ മുരളി മന്ദിരത്തിലെ വരവ് കോൺഗ്രസ് നേതൃത്വത്തെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. വയനാട് സീറ്റിന്റെ കാര്യത്തിൽ ഉടക്കി നിൽക്കുന്ന കെ മുരളീധരൻ ഏതു നിമിഷവും BJPയിലേക്ക് പോയേക്കാമെന്ന അഭ്യൂഹങ്ങളും പരന്നിരുന്നു. ഇതിനിടെയാണ് സുരേഷ് ഗോപി മുരളി മന്ദിരത്തിൽ എത്തിയത്.